ചാവക്കാട് നഗരത്തിൽ വൻ ലഹരി വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 150 ഗ്രാം MDMAയും 2 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. കോട്ടയം സ്വദേശികളായ അതിരമ്പുഴ മാനാടി വീട്ടിൽ ഷിനോജ്, അതിരമ്പുഴ ആനിക്കലോടി രാജീവ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. 1 ലക്ഷം രൂപയോളം പണവും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത്. ചാവക്കാട് ഇൻസ്പെക്ടർ KS സെൽവരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോതമംഗലത്ത് വീണ്ടും വൻ കഞ്ചാവ് വേട്ട. 2 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിലായി. പറവൂർ സ്വദേശി പുതയിൽ വിനോദാണ് അറസ്റ്റിലായത്. കോതമംഗലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്താണ് സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പെരിന്തൽമണ്ണയിൽ ഓട്ടോയിൽ കടത്തിയ ഹാൻസുമായി 2 പേർ പിടിയിൽ. 9,000 പാക്കറ്റ് ഹാൻസാണ് പിടിച്ചത്. ചെർപ്പുളശ്ശേരി പൊട്ടച്ചിറ സ്വദേശികളായ മലയിൽ താഴതിൽ മൊയ്തീൻകുട്ടി, മണ്ണാർകുന്നത്ത് മുഹമ്മദ് അലി എന്നിവരെയാണ് പോലീസ് പിടിയിലായത്. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നികുതി വെട്ടിച്ച് കടത്തിയ 54 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പിടികൂടി. ഹാട്ടിയ എറണാകുളം എക്സ്പ്രസിൽ RPF നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണാഭരണങ്ങൾ പിടികൂടിയത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ നിന്നും എറണാകുളത്തെ ജുവലറികളിലേക്ക് വിൽപ്പനക്കായി കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളാണിതെന്ന് RPF വ്യക്തമാക്കി. 1.25 കിലോ സ്വർണ്ണമാണ് പിടിച്ചെടുത്തത്. കേസിൽ ആന്ധ്രാപ്രദേശ് സ്വദേശി സംഘറാമിനെ കസ്റ്റഡിയിലെടുത്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രേഖകളില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ ജുവലറികളിൽ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സംഘറാം. ഇടുക്കി കൂത്തുങ്കലിൽ പുഴയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശികളായ റോഷ്നി, അജയ്, ദുലീപ് എന്നിവരാണ് മരിച്ചത്. പുഴയിൽ ഒഴുക്കിൽപ്പെട്ടാണ് മൂവരും മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കുത്തുങ്കൽ പവർ ഹൌസിന് സമീപമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് 2 മൃതദേഹങ്ങളും സമീപത്തെ പാറയിടുക്കിൽ നിന്ന് മറ്റൊരു മൃതദേഹവും കണ്ടെത്തി. നെടുങ്കണ്ട ഫയർഫോഴ്സും ഉടുമ്പൻചോല പോലീസും ഏറെ പണിപ്പെട്ടാണ് മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത്. കുളിക്കാനായി പുഴയിലിറങ്ങിയ 3 പേരും ഒഴുക്കിൽപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. 3 ദിവസങ്ങൾക്ക് മുൻപ് റോഷ്നി, അജയ്, ദുലീപ് എന്നിവരെ തൊഴിലിടത്തു നിന്ന് കാണാതാവുകയായിരുന്നു. എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. പിന്നെ അതിനാവശ്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിൽ നിന്നും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആളുകളെല്ലാം വന്നു. ജഡം 3 വെളിയിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കടന്നിട്ടുണ്ട്. 2 ആഴ്ചയായി കുത്തുങ്കൽ സ്വദേശിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് സമീപത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു മൂവരും. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം പുനലൂരിൽ ശുചിമുറി മാലിന്യമടക്കം ജനവാസ കേന്ദ്രത്തിൽ തള്ളുന്നതായി പരാതി. ഏരൂർ പഞ്ചായത്തിലെ 2 ഏക്കർ മുക്ക് കുരുവിക്കോണം റോഡിലും രാജരത്നം എസ്റ്റേറ്റിലെ റോഡിലുമാണ് മാലിന്യം തള്ളുന്നത്. രാത്രികാലങ്ങളിലാണ് വാഹനങ്ങളിലെത്തിച്ച് മാലിന്യമൊഴുക്കുന്നത്. ശുചിമുറി മാലിന്യം ഒഴുക്കിയതോടെ നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നു. ധാരാളം ആളുകൾ ദിനംപ്രതി യാത്ര ചെയ്യുന്ന ഈ പാതയുടെ ഇരുവശവും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കൂട്ടുകയാണ്. അതോടൊപ്പം സ്ഥിരമായി കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ ഒഴുക്കി കളഞ്ഞു. കഴിഞ്ഞ 4 ദിവസത്തിന് മുമ്പ് ഇത് നമ്മൾ ഇത് ഒരാൾ രാത്രി കാണുകയും അപ്പോൾ അവരെ കണ്ട ആളുകൾ ഓടിയെത്തിയപ്പോഴത്തേക്ക് ഇവര് ഭീഷണിപ്പെടുത്തിയ വണ്ടിയും കൊണ്ട് കടന്നു കളയുകയും ചെയ്തു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ മൌനം പാലിക്കുന്നതായി പരാതിയുണ്ട്. മാലിന്യം തള്ളിയ ടാങ്കർ ലോറിയുടെ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഏരൂർ പോലീസിൽ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനാണ് ഇവരുടെ നീക്കം. ന്യൂസ് 18 അഞ്ചൽ. തൃശൂർ വാടാനപ്പള്ളിയിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 20 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 2012 ഡിസംബറിൽ അയൽവാസിയായ കുട്ടിയെ പീഡിപ്പിച്ച വണ്ടാഴി സ്വദേശി സെയ്ദ് മുഹമ്മദിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. വാടാനപ്പള്ളി പോലീസ് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോലീസ് തുടർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായി യുവതി. കണ്ണൂർ ആലക്കോട് സ്വദേശിക്കെതിരെ കഴിഞ്ഞ ജനുവരി 28-നാണ് തിരുവനന്തപുരം സ്വദേശിയും പെരിങ്ങോം പോലീസിൽ പരാതി നൽകിയത്. 2021 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഷാർജയിൽ വെച്ചാണ് കല്യാണ വാഗ്ദാനം നൽകി പലപ്പോഴായി പീഡിപ്പിച്ചത്. ഇതിനിടെ അവിടെ വെച്ച് മറ്റു സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചത് ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചെന്നും പണവും സ്വർണവും വാങ്ങി യുവാവ് നാട്ടിലേക്ക് കടന്നെന്നുമാണ് പരാതി. വടകര വിലങ്ങാടിനടുത്ത് റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു.
കുറ്റല്ലൂർ പന്നിയേരി റോഡ് നിർമ്മാണ പ്രവൃത്തിയിലാണ് ക്രമക്കേട് ആരോപിക്കുന്നത്. പുതുതായി നിർമ്മിച്ച റോഡാണ് തകർന്നത്. ഇതു സംബന്ധിച്ച പരാതി അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത്. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അടക്കമുള്ളവരെയാണ് 2 മണിക്കൂറോളം തടഞ്ഞുവെച്ചത്. ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം എത്തുമെന്ന് ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇതാണ് FATന്റെ ടാറിങ്. ഇതുണ്ടാ പൊറോട്ട മറിയുന്നുണ്ടാ? ഇതാണ് ഇവരെ താറ്. കണ്ടാ പൊളിക്കുന്നുണ്ടാ? ചെയ്ത ടാറിങ് ആയത്. ഇടുക്കി വട്ടവടയിലെ ശീതകാല പച്ചക്കറി കേന്ദ്രങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക തുക 2 ആഴ്ചക്കുള്ളിൽ നൽകുമെന്ന് ഹോർട്ടികോർപ്പ്. ഇതിനായി 8 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും ഹോർട്ടികോർപ്പ് ചെയർമാൻ S വേണുഗോപാൽ പറഞ്ഞു. വട്ടവടയിലും കാന്തല്ലൂരിലും ഹോർട്ടികോർപ്പ് സംഭരിച്ച പച്ചക്കറികൾക്ക് കുടിശ്ശിക തുക നൽകാനുണ്ട്. ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ കർഷകർക്ക് അക്കൗണ്ട് വഴി നൽകും. പ്രളയകാലത്ത് കർഷകരിൽ നിന്നും സംഭരിച്ച പച്ചക്കറികളിൽ മൂപ്പത്താത്തതും ഉണ്ടായിരുന്നു. അതിനാൽ പൂർണ്ണമായും വിറ്റഴിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ബാധ്യതയ്ക്ക് കാരണം. വട്ടവടയിൽ കൃഷിയിലെ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ശേഖരിക്കുകയാണ് ഹോർട്ടികോർപ്പ് ചെയ്യുന്നത്. ആ സന്ദർഭങ്ങളിൽ അവിടെ ഗ്രേഡിംഗ് ഇല്ല, അതിൻ്റെ മൂപ്പിനെക്കുറിച്ചുള്ള ചിന്തയില്ല. കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. സ്വാഭാവികമായി അത് വിൽപ്പനയുടെ ഘട്ടത്തിലേക്ക് ചെല്ലുമ്പം കുറച്ച് പ്രശ്നങ്ങൾ ഹോർട്ടികോർപ്പ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് അധികം കുടിശ്ശിക കർഷകർക്ക് കൊടുക്കാൻ, സംഘടനകൾ കൊടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ കേരള ഗവൺമെൻറ് മുൻകൈയെടുത്ത്, കൃഷിവകുപ്പ് മുൻകൈയെടുത്ത് കുറച്ച് തുക ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. വട്ടവടയിൽ സംഭരണ കേന്ദ്രം തുടങ്ങും. എല്ലാ കർഷകർക്കും കുടിശ്ശിക തുക നൽകാൻ 8 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ചെയർമാൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മറയൂരിൽ സന്ദർശനം നടത്തി. പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുന്നത് പരിഗണനയിലാണെന്നും ചെയർമാൻ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കോഴിത്തീറ്റ വില കുതിച്ചുയർന്നതോടെ കോഴി കർഷകർ പ്രതിസന്ധിയിൽ. മലപ്പുറം ജില്ലയിലെ 2000-ഓളം ചെറുകിട കോഴി ഫാമുകൾ പൂട്ടി. ഒരു വർഷത്തിനിടയിൽ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് 900 രൂപയാണ് കൂടിയത്. മുൻപ് 1400 രൂപയുണ്ടായിരുന്ന 50 കിലോയുടെ ഒരു ചാക്ക് തീറ്റയ്ക്ക് ഇപ്പോൾ 2300 രൂപയാണ് വില. 1000 കോഴികളെ വളർത്തി വിൽക്കുമ്പോഴേക്ക് 18,000 രൂപ വരെയാണ് നഷ്ടം. 3 മാസത്തിനുള്ളിൽ 15 മുതൽ 25 ലക്ഷം രൂപ വരെ നഷ്ടം വന്ന ഫാമുകളുണ്ട്. അടച്ചുപൂട്ടുന്ന ഫാമുകളുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുകയാണ്. ഫാമുകൾ അടച്ചുപൂട്ടുന്നത് വലിയ തൊഴിൽ പ്രതിസന്ധിക്കും ഇടയാക്കും. ഒരു ഫാം പൂട്ടിയാൽ 3 തൊഴിലാളികളുടെ ജോലി പോകും. ലക്ഷങ്ങൾ ബാങ്ക് വായ്പ എടുത്തു തുടങ്ങിയ ഫാമുകൾ പൂട്ടുന്നതോടെ വായ്പ തിരിച്ചടയ്ക്കാനാവാത്ത അവസ്ഥയിലേക്കാണ് കർഷകർ നീങ്ങുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനുകൂല നിലപാടുണ്ടാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഈ ഒരു അവസ്ഥയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹായം ഈ മേഖലക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ചെറുകിട കർഷകർ ഇവിടെ പറ്റേ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. സർക്കാർ ഈ മേഖലയെ എത്രയും പെട്ടെന്ന് ചെറുകിട കർഷകരെ കൃഷിയിൽ ഉൾപ്പെടുത്തിക്കാണ്ട് അവർ സഹായം കൊടുക്കണമെന്നാണ് നമുക്ക് സംഘടനയുടെ ഒരു അഭ്യർത്ഥനയായിട്ട് സർക്കാരിനോട് ഇതിൽ പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ 5000-ലധികം ചെറുകിട കോഴി കർഷകരുണ്ട്. 1 കിലോ കോഴിക്ക് 90 രൂപ മുതൽ ഉൽപ്പാദന ചെലവ് വരും. അതേസമയം 80 രൂപ നഷ്ടത്തിലാണ് വിൽപ്പന. ന്യൂസ് 18 മലപ്പുറം. വയനാട് വടക്കനാട് ഗ്രാമത്തിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി. സന്ധ്യയായാൽ കൃഷിയിടത്തിലിറങ്ങുന്ന ആന പുലർച്ചെയാണ് കാട്ടിലേക്ക് മടങ്ങുക. ഇതോടെ നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടിലാണ്. സന്ധ്യയായാൽ വടക്കനാട് പ്രദേശത്തുകാർക്ക് പുറത്തിറങ്ങാനാവില്ല. കാണിറങ്ങുന്ന കാട്ടുകൊമ്പന്റെ മുന്നിൽപ്പെട്ടാൽ ജീവൻ തിരികെ കിട്ടില്ലെന്ന പേടിയാണ് ഇവർക്ക്. ആഴ്ചകളായി പ്രദേശത്ത് ഒറ്റയാന്റെ ആക്രമണം തുടങ്ങിയിട്ട്. സന്ധ്യയ്ക്ക് കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാന കർഷകരുടെ തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവ നശിപ്പിക്കുകയാണ്. ഓടിക്കാൻ ശ്രമിച്ചാലും കാട്ടാന പോകാത്തത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയെത്തിയ ആന പ്രദേശത്തെ കർഷകരായ വിനീത, ബിജു, സിജു പുതുക്കിടി, വർഗീസ് എന്നിവരുടെ തെങ്ങുകളും കവുങ്ങുകളും നശിപ്പിച്ചു. കുറച്ച് ദിവസമായിട്ട് ആന ഡെയിലി വന്ന് ഒരു 6 മണിയാകുമ്പോഴത്തേനും വന്ന് തെങ്ങ്, കവുങ്ങ് എന്നുകൊണ്ടല്ല പറമ്പുകളിൽ എന്തുണ്ടോ അതൊക്കെ തിന്ന് നശിപ്പിച്ച് പോവുകയാണ്. എൻ്റെ 3/4 ഏക്കറുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്തൊരു 40 തെങ്ങോളം വെച്ചിട്ട് അത് ഒരു 2 വർഷം കൊണ്ടെല്ലാം തീർത്തും ഒരു തെങ്ങ് മാത്രം ബാക്കിയുണ്ട്. ഇതിനൊരു പരിഹാരം എങ്ങനെയും കാണാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ടുണ്ട്. വടക്കനാട് RC പള്ളിപ്പറമ്പിലെ വാഴകളും കാട്ടാന നശിപ്പിച്ചു. വനംവകുപ്പിനെ വിവരമറിയിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം. നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ച് 1 വർഷമായിട്ടും തുക കിട്ടിയില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട്. ന്യൂസ് 18 വയനാട്. മറയൂരിലെ ചന്ദനക്കൊള്ളക്കാരെ തുരുത്താൻ ബെൽവിന് കൂട്ടായി ഇനി മുതൽ ഫിലയും. അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്ന ചന്ദനം മണത്തു കണ്ടുപിടിക്കാൻ വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് ഇരുവരും. ചന്ദനം കടത്തുകാരുടെ പേടി സ്വപ്നമായിരുന്ന കിച്ചു എന്ന നായ ചത്തതോടെയാണ് പകരം ഫില മറയൂരിലെത്തിയത്.
2006 മറയൂർ സാങ്ച്വറി ഡിവിഷൻ രൂപീകരിച്ച ശേഷം ചന്ദനമോഷണം തടയാൻ നിരവധി പദ്ധതികളാണ് വനം വകുപ്പ് നടപ്പിലാക്കിയത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചും വനസംരക്ഷണ സമിതിയെ കാര്യക്ഷമമാക്കിയും ഒരു പരിധിവരെ ഇതിനെ തടയിടാനായി. എന്നാൽ ചന്ദനം മണത്ത് കണ്ടുപിടിക്കാൻ പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡിനെ രംഗത്തിറക്കിയതോടെയാണ് കാര്യമായ മാറ്റം ഈ മേഖലയിൽ പ്രകടമായത്. വിദഗ്ധ പരിശീലനം ലഭിച്ച കിച്ചു എന്ന നായയിലൂടെയായിരുന്നു ആദ്യ പരീക്ഷണം. കണക്കുകൂട്ടൽ തെറ്റിയില്ല. നിരവധി മോഷണ സംഘങ്ങളെ കൈയോടെ പിടികൂടി കിച്ചു ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിച്ചു. വാഹനങ്ങളിൽ കടത്തിയതും കാടിനുള്ളിൽ ഒളിപ്പിച്ചതുമായ നിരവധി കേസുകളാണ് ഇക്കാലയളവിൽ പിടിക്കപ്പെട്ടത്. 10 വർഷത്തെ സേവനത്തിന് ശേഷം കഴിഞ്ഞ നവംബർ 23 കിച്ചു മരിച്ചു. ഇതോടെ ഒറ്റയ്ക്കായിരുന്ന ബെൽവിന് കൂട്ടായാണ് ഇപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിലുണ്ടായിരുന്ന ഫിലയെ മറയൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കിച്ചു എന്ന ഡോഗ് മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പെലിവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെലിവിന് കൂട്ടായിട്ട് ഇപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്നും ജർമ്മൻ ഷെഫേർഡ് ഇനത്തിൽപ്പെട്ട ഒരു ഫീമെയിൽ ഡോഗിന് ഇങ്ങോട്ട് നമ്മൾ മറയൂർ ഡോഗ് സ്കൂളിലോട്ട് റിലീവ് ചെയ്തിട്ടുണ്ട്. അത് 20-ാം തീയതി ഇവിടെ നിന്ന് ജോയിൻ ചെയ്ത് ഡ്യൂട്ടിക്ക് ഹാജരായിട്ടുണ്ട്. 5.5 വയസ്സുകാരിയായ ഫില ചന്ദനക്കൊള്ള, വന്യമൃഗവേട്ട തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പരിശീലനം ലഭിച്ച നായയാണ്. ന്യൂസ് 18 മറയൂർ. ഗവേഷകരിൽ കൗതുകമുണർത്തി കാസർഗോഡ് നീലേശ്വരത്ത് അസാധാരണ വലിപ്പമുള്ള മണ്ണിര. നീലേശ്വരം കിടഞ്ഞുമൂലയിൽ പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ PV ദിവാകരനാണ് മണ്ണിരയെ കണ്ടെത്തിയത്. 22 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വ്യാസവുമുള്ള മണ്ണിരയെയാണ് കണ്ടെത്തിയത്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജിന് മണ്ണിരയെ കൈമാറി. ഇത്രയും വണ്ണവും വലിപ്പവുമുള്ള മണ്ണിര അപൂർവമാണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഗവേഷകർക്ക് കൈമാറുമെന്നും പ്രൊഫസർ ഡോക്ടർ KM ശ്രീകുമാർ പറഞ്ഞു. അപ്പോൾ ഇത് ഏതാണ് സ്പീഷീസ്, ഇത് എത്രമാത്രം നമ്മുടെ പറമ്പുകളിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. അത് ഒരു മണ്ണിരയുടെ എക്സ്പേർട്ട് ഉണ്ട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നതാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇനിയും ഉണ്ടാവാം. അത് വളരെ കാര്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആൾക്ക് മാത്രമേ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. അത് നമ്മുടെ ദിവാകരേട്ടനെ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ അദ്ദേഹം ഇതുമാതിരിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വീട്ടുവളപ്പിൽ കുഴിയെടുക്കുന്നതിനിടെ 1.5 മീറ്റർ താഴ്ചയിൽ നിന്നാണ് ദിവാകരന് ഇതിന് ലഭിച്ചത്. ഉടൽ കണ്ട് പാമ്പാണെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും തലഭാഗം മണ്ണിരയെപ്പോലെ തോന്നിച്ചു. പിന്നീട് വിദഗ്ധർ പരിശോധിച്ചാണ് മണ്ണിരയാണെന്ന് സ്ഥിരീകരിച്ചത്. മണ്ണിരയെക്കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം വിദ്യാർത്ഥികളുടെ ഗവേഷണത്തിനായി ഇതിനെ കോളേജ് ലാബിൽ സൂക്ഷിക്കും. ന്യൂസ് 18 നീലേശ്വരം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ കാസർഗോട്ടെ ഇബ്രാഹിമിന് കൂട്ടായി 8 കുതിരകൾ. ഉദുമയിലെ വീട്ടുവളപ്പിൽ ഉല്ലസിക്കുകയാണ് ഇപ്പോൾ ഈ കുതിരകൾ. ഇബ്രാഹിമിന്റെ ചൂളമടി കേട്ടാൽ മതി, കുതിരകളെല്ലാം ഓടിയെത്തും. 12-ാം വയസ്സിൽ കുതിരയെ സ്വന്തമാക്കാൻ തോന്നിയ മോഹമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം സഫലമാക്കിയത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് നടത്തിയ വിനോദയാത്രയിലാണ് കുതിരകളോട് കമ്പം തോന്നിയത്. 2014-ൽ ഇബ്രാഹിം ആദ്യ കുതിരയെ സ്വന്തമാക്കി. 6 വയസ്സുള്ള ന്യൂറ, 5 വയസ്സുള്ള ദുൽദുൽ, 2.5 വയസ്സുള്ള സെൽമ, 1.5 വയസ്സുകാരി സെബാന, 5 വയസ്സുകാരൻ മാലിക്, പിന്നെ 3 കുതിരക്കുട്ടികളും. പഴയ കുടുംബ വീടും 1.5 ഏക്കർ പുരയിടവും ഇപ്പോൾ കുതിരകൾക്ക് സ്വന്തം. ഒരു കുതിരനെ വാങ്ങി. ആ കുതിര വാങ്ങി അത് നമുക്കൊരു ആവശ്യം നടന്നില്ല. മൂനി കുതിരയായിരുന്നു. കുതിര എന്നല്ലാണ്ട് നമുക്ക് കുതിര ഏത് ബ്രീഡ് എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അതിനുശേഷം അതിനൊരു ഇണയായിട്ട് കൊടുന്നു. അതിവിടെ കൊണ്ടുവന്ന് 2 വർഷമാകുമ്പോൾ അത് പ്രസവിച്ചു. എന്നിട്ട് നമ്മളെ കാര്യം നടന്നില്ല. പിന്നെയാണ് നമ്മൾ വലിയ കുതിരനെ പറ്റിയിട്ട് പഠിച്ചു വരുന്നത്. കാത്തിയാവാടി, മാർവാടി, നോക്ര, ഈ ജാതിയിൽപ്പെട്ട കുതിരകളെ വാങ്ങി. രാജസ്ഥാനിലൊരു 4 കുതിര മേടിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് 1 വാങ്ങി, ഇംഗ്ലീഷ് ബ്രീഡ്. മൈസൂരിൽ നിന്ന് മേടിച്ചു. 5 വലിയ കുതിര, റൈഡിന് പോകുന്ന കുതിരയുണ്ട്. 3 പ്രസവിച്ചിട്ട് ഇവിടെ തന്നെ ആയി. ഇനിയിപ്പോൾ ടോട്ടൽ 8 കുതിരയുണ്ട്. കുതിരപ്പുറത്ത് കയറാൻ കുട്ടികളും വിനോദസഞ്ചാരികളും അടക്കം നിരവധി പേരാണ് ഇപ്പോൾ നിഹാൽ മഹലിലെത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടവേള. കാർഷിക കേരളം. മഞ്ഞൾ കൃഷിയിൽ 100 മേനി വിളയിച്ച് കോഴിക്കോട് മാമ്പറ്റയിലെ 3 കർഷകർ. വട്ടോളിപ്പറമ്പ് സ്വദേശികളായ നന്ദകുമാർ, ശങ്കരനാരായണൻ, പത്മപ്രകാശൻ എന്നിവരാണ് വിവിധ ഇനം മഞ്ഞൾ കൃഷി നടത്തി 100 മേനി വിളയിച്ചത്.
ഇടവിള കൃഷിയായ മഞ്ഞൾ കൃഷിയിൽ നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് കർഷകരായ 3 സുഹൃത്തുക്കൾ. മാമ്പറ്റ വട്ടോളിപ്പറമ്പ് സ്വദേശികളായ നന്ദകുമാർ, ശങ്കരനാരായണൻ, പത്മപ്രകാശൻ എന്നിവരാണ് മഞ്ഞൾ കൃഷിയിൽ നൂറുമേനി വിളയിച്ചത്. 3 വർഷമായി മഞ്ഞൾ കൃഷി നടത്തിവരുന്ന ഇവർ ഇത്തവണ മുക്കം കൃഷിഭവന്റെ സഹായത്തോടെയാണ് 3 ഏക്കറിൽ കൃഷിയിറക്കിയത്. നാടൻ മഞ്ഞൾ, പ്രഗതി, പ്രതിഭ, സുദർശന, കസ്തൂരി മഞ്ഞൾ തുടങ്ങിയവ കൂടാതെ ഉത്തരേന്ത്യൻ വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ളതും 1000 രൂപ മുതൽ കിലോക്ക് കിട്ടുന്നതുമായ കരിമഞ്ഞളും ഇവർ കൃഷി ചെയ്യുന്നു. ഇവർ ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ ഇവർ തന്നെ പൊടിയാക്കി കർഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഓൺലൈൻ വഴിയുമാണ് വിൽപ്പന നടത്തുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് മഞ്ഞൾ കൃഷി. അതിനാൽ മഞ്ഞൾപ്പൊടിക്കും ആവശ്യക്കാർ ഏറെയാണ്. മഞ്ഞൾ കൃഷി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി വാങ്ങണമെന്ന് പറഞ്ഞാൽ അത് മഞ്ഞൾപ്പൊടിയാണ്. അതിൽ മഞ്ഞളില്ല, ശരിക്ക് മഞ്ഞൾപ്പൊടി അല്ല അത്. ഇപ്പോൾ നമ്മളിവിടെ നല്ല മഞ്ഞൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ആൾക്കാർ വന്ന് നമ്മുടെ അടുത്ത് തന്നെ ഓൺലൈൻ വഴിയും ആയിട്ടും അല്ലാതെ നമ്മുടെ അടുത്ത് വന്നിട്ട് പൊടി വാങ്ങിച്ച് പോകുന്നുണ്ട്. അതിനൊരു സാമാന്യം തെറ്റില്ലാത്ത വിലയും കിട്ടും. സാധാരണ മഞ്ഞൾ നമ്മൾ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. ഓൺലൈൻ മാർക്കറ്റാണ്, കൃഷി ഗ്രൂപ്പുകളുണ്ട്, അതിലെല്ലാം ആണ്. ഒരിക്കൽ വാങ്ങിയ ആളുകൾ തന്നെ പിന്നെ രണ്ടാമത് നമ്മുടെ അടുത്ത് തന്നെ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി. ഉൽപ്പാദിപ്പിച്ച മഞ്ഞൾ വിത്തുകൾ മുക്കം നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ കർഷകരിലേക്ക് എത്തിക്കുമെന്നും മുക്കം കൃഷി ഓഫീസർ പ്രിയ മോഹൻ പറഞ്ഞു. വളരെ മികച്ച ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിളവെടുത്ത സുദർശന വളരെയധികം നല്ല കളറും അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞളാണ്. ഇത് നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ തന്നെ കർഷകരിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി നമ്മുടെ നഗരസഭയ്ക്കുണ്ട്. വിളവെടുപ്പ് ഉത്സവം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. ന്യൂസ് 18 മുക്കം. 1.5 ഏക്കറിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുമായി മലപ്പുറത്തെ സുഹൃത്തുക്കൾ. ചങ്ങരംകുളം സ്വദേശികളായ ബഷീറും റഹീസുമാണ് ഈ തോട്ടമൊരുക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ വീട്ടിൽ നട്ടുവളർത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് മികച്ച വിളവ് നൽകിയപ്പോൾ ഇവർ മറ്റൊന്നും ആലോചിച്ചില്ല. ഒരുമിച്ച് കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. തലയണപ്പറമ്പിൽ ബഷീറും കോളടിക്കൽ മുഹമ്മദ് റഹീസും 1.5 ഏക്കറിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കിയത്. ആദ്യം ഒരു ഹോബി ആയിട്ട് ചെയ്ത് പിന്നെ അങ്ങനെ തുടർച്ചയായിട്ടാണ് ചെയ്യാന്ന് വെച്ച്. ഇതിപ്പോൾ എത്ര സ്ഥലമുണ്ട്? ഇതിപ്പോൾ ഒരു 1.5 ഏക്കർ സ്ഥലത്തുണ്ട്. സ്ഥലം കുറേ ഉണ്ട്, പക്ഷേ 1.5 ഏക്കറിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം 2500ഓളം തൈകളാണ് തോട്ടത്തിലുള്ളത്. കൃഷിഭവന്റെ പിന്തുണയും ഇവർക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 7 മാസമായിട്ട് ഇപ്പോൾ ഒരു ഡ്രാഗൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2ാമത്തെ ലോക്ക്ഡൗണിനാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. മികച്ച വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ കൃഷി 7 മാസം പിന്നിട്ടു. ഏപ്രിൽ ആകുന്നതോടെ വിളവെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം കൃഷി വിപുലപ്പെടുത്താനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ചങ്ങരംകുളം. പട്ടാമ്പിയിൽ സംയോജിത കൃഷി ആരംഭിച്ചു. ആദ്യഘട്ടം പച്ചക്കറി കൃഷിയാണ് നടത്തുന്നത്. സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് കൃഷി നടക്കുക. CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൃഷിക്ക് തുടക്കമായത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി ഉൽപാദനം എന്ന ലക്ഷ്യവുമായാണ് CPMന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വ്യാപകമായി പച്ചക്കറി കൃഷി നടത്തുന്നത്. CPM ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അതത് പ്രദേശങ്ങളിലാണ് കൃഷി. കൃഷിക്കാവശ്യമായ തൈകളും വിത്തും പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് നൽകി. CPM ശങ്കരമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. അങ്ങനെ സംയോജിതമായ ഒരു കൃഷിരീതി നാട്ടിൽ വ്യാപിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന പ്രവർത്തനം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. അപ്പോൾ അതിൽ വലിയ കാര്യങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ 1ാം കാലഘട്ടത്തിൽ ഈ സംഭവത്തിന് ശേഷമാണ് കോവിഡ് വരുന്നത്. അന്ന് കൊടുത്ത വിത്തും അന്ന് ഇറക്കിയ പച്ചക്കറിയും ആ കോവിഡ് കാലത്ത് വലിയ ഗുണം ജനങ്ങൾക്ക് ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു വിഷു കാലഘട്ടമാണ്. വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് സമയം പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് വ്യാപകമായി പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക, വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിലമൊരുക്കിയാണ് തൈകൾ നട്ടത്. ശങ്കരമംഗലം പാടശേഖരത്തിലെ 2.5 ഏക്കർ സ്ഥലത്താണ് കൃഷി. എല്ലായിനം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. CPM DYFI പ്രവർത്തകരാണ് കൃഷി പരിപാലിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് നീലേശ്വരം ഓർച്ചപ്പുഴയോരത്ത് കണ്ടൽ ചെടികൾ നട്ട NSS വാളണ്ടിയർമാർ. രാജപുരം സെന്റ് പൈസ്റ്റൺ കോളേജ് വിദ്യാർത്ഥികളാണ് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. ജീവനം നീലേശ്വരം, ഭൂമി മിത്രസേന, നേച്ചർ ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത ഉദ്ഘാടനം ചെയ്തു.
കോഴിക്കോട് അഴിയൂർ തീരദേശ റോഡ് തകർന്നത് ദുരിതമാകുന്നു. ടൌട്ടെ കാറ്റിനെ തുടർന്നുണ്ടായ കടൽക്ഷോഭത്തിലാണ് റോഡ് കടലെടുത്തത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചുഴലിക്കാറ്റിൽ തകർന്ന തീരമാണിത്. തീരദേശ റോഡ് കടലെടുത്തിട്ട് ഒരു വർഷമാകുന്നു. ഒരു വശത്തുള്ള ആളുകൾക്ക് വാഹനങ്ങളിൽ മറുവശത്തെത്താൻ ഇപ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഈ കടൽക്ഷോഭം വന്നതിന് ശേഷം റോഡെല്ലാം പോയി 2 ഭാഗമായി മുറിഞ്ഞു പോയി. വടക്കുള്ള ആൾക്കാർക്ക് തെക്കോട്ടും വരാൻ പറ്റുന്നില്ല, തെക്കോട്ടുള്ള ആൾക്ക് വടക്കോട്ടും പോകാൻ പറ്റാതെ ഒരുപാട് കിലോമീറ്റർ അകലം പോയിട്ടാണ് ഇവിടെ വരുന്നത്. ഈ വീട്ടുകാരെല്ലാം വരണമെങ്കിൽ ഇങ്ങനെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ പോയിട്ട് വേണം വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അത്രയും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കടൽക്ഷോഭം രൂക്ഷമായപ്പോൾ MLA ഇടപെട്ട് കടൽഭിത്തി സംരക്ഷിക്കാൻ നടപടിയെടുത്തിരുന്നു. കല്ലിറക്കാൻ ലോറി വന്നപ്പോൾ അനുബന്ധ റോഡുകൾ തകർന്നു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കണമെന്നാണ് കളക്ടറേറ്റിൽ നിന്ന് അറിയിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. വാർഡ് വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ മാത്രമാണ് പഞ്ചായത്തിന് നീക്കിവെക്കാൻ കഴിഞ്ഞത്. ഫണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാർഡ് വികസന ഫണ്ടിൽ നിന്നാണ് 10 ലക്ഷം രൂപ ഇവിടത്തേക്ക് ഇപ്പോൾ നീക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എസ്റ്റിമേറ്റ് ഒക്കെ നടന്ന് ഇനി പണി തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RDO അവിടെ വന്ന് സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള നീക്കം ചെയ്ത മണൽ ഇവിടെ ഫില്ല് ചെയ്തിട്ട് റോഡ് പുനഃസ്ഥാപിക്കാൻ, എത്രയും പെട്ടെന്ന് റോഡ് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഇപ്പോൾ ഈ ക്വാറി ലോറികൾ വന്നില്ലേ, ഈ കല്ല്, അപ്പോൾ എല്ലാ റോഡും ഇവിടത്തേക്ക് വരുന്ന മൊത്തം റോഡും ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ റോഡിന് കംപ്ലീറ്റ് പണി ചെയ്തുകൊണ്ട് നിൽക്കുകയും വേണം. ഇവിടെ പരിസരവാസികൾക്ക് ഇത് കണക്ടിവിറ്റി വിട്ടുപോയത് കൊണ്ട് തന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും വാഹന സൗകര്യങ്ങൾ വളരെ ചുറ്റി പോകേണ്ട ഒരു സ്ഥിതിയിലാണുള്ളത്. സർക്കാർ ഇടപെട്ടാൽ മാത്രമേ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയൂ. അടുത്ത വർഷകാലത്തിന് മുമ്പ് പ്രവൃത്തി നടത്തണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ന്യൂസ് 18 വടകര. കൊച്ചി നഗരത്തിലെ കൊതുക് ശല്യത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കൊതുകിനെ കൊന്നുകൊണ്ടുവരുന്നവർക്ക് പ്രതിഫലം നൽകിയായിരുന്നു കോർപ്പറേഷന് മുന്നിലെ പ്രതിഷേധം. നമ്മുടെ നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരം ഒരു മനോഹരമായ നഗരമാണ്. രണ്ട്, 3, 4, 5, 6 കൊതുകിനെ കൊന്ന് അതിന്റെ ഡെഡ് ബോഡിയുമായി എത്തിയാൽ പണവുമായി മടങ്ങാം. ഒരു കൊതുകിന് 5 പൈസയാണ് പാരിതോഷികം. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമാണ്. അങ്ങനെയെങ്കിലും കൊച്ചിയിലെ കൊതുക് ശല്യം ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കൊതുക് നശീകരണത്തിൽ കൊച്ചി കോർപ്പറേഷൻ കാണിക്കുന്ന അലംഭാവത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ വ്യത്യസ്ത പ്രതിഷേധം അരങ്ങേറിയത്. MLA TJ വിനോദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 16 കോടി രൂപ ഒരു വർഷം കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരത്തിൽ ചെലവഴിച്ചിട്ട് പോലും നമ്മുടെ നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. കൊതുക് ശല്യത്തിനെതിരെ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ മേയറെ വഴിയിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് കോർപ്പറേഷന് മുന്നിൽ പ്രതിപക്ഷ കൗൺസിലർമാർ കൊതുക് ബാറ്റ് ഉപയോഗിച്ച് തിരുവാതിര കളിച്ചും പ്രതിഷേധിച്ചിരുന്നു. 19, 20, 21 ഉണ്ട്. അപ്പോൾ താങ്കൾക്ക് പറഞ്ഞിരിക്കുന്ന പണം ഞങ്ങൾ തരികയാണ്. ബഹുമാനായിട്ടുള്ള MLA നിന്നും ആ പണം സ്വീകരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.